ഹലോ ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയുടെ ബാലൻസാണ്. എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിക്കുകയാണ്. വലിയ ഡെക്കറേഷനൊന്നുമില്ല, ബിരിയാണി വെക്കാനുള്ള പുറപ്പാടാണ്. അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ച് വെച്ചു. അപ്പോൾ ചേട്ടനാണ് ഉള്ളി മൂപ്പിക്കുന്നത് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് സമയം വേണമില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒതുക്കാനും പറക്കാനും അങ്ങനെയുള്ള പണികളൊക്കെ കാണില്ല. അപ്പോൾ ഞാനും മോളും പിന്നെ അകത്ത് പോയി ഒതുക്കലും പറക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ അടുക്കളയിൽ വന്നപ്പോൾ പിന്നെ അടുക്കളയിൽ വന്ന് അവൾ ശല്യം തുടങ്ങി കേട്ടോ. ചേട്ടൻ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇവൾ കുറച്ചിങ്ങനെ നമ്മൾക്ക് കളിച്ചുകൊണ്ട് ചേട്ടൻ ചോണ്ടാൻ നിൽക്കും. അപ്പോഴത്തേക്കും രണ്ടും കൂടെ അറിയാമല്ലോ, ഭയങ്കര അടിയാവും. അങ്ങനെ അപ്പം നമ്മളായിട്ട് തന്നെ വലിയ അടിയില്ലെങ്കിലും അടി കൂടാൻ വരുമ്പോൾ ഞാൻ പിന്നെ മിണ്ടത്തില്ല. മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ അടി. അതുകൊണ്ട് ഞാൻ മിണ്ടാതൊക്കെ പിന്നെ അവൾ പതുക്കെ വലിയും കേട്ടോ, ചേട്ടൻ്റെ അടുത്തോട്ട് വലിയും. അങ്ങനെയാണ് ഇവളെ സ്വഭാവം. ഇവളിങ്ങനെ എല്ലാവരെയും ഇങ്ങനെ എന്തോ കുത്തിയും ഞേണ്ടിയിരിക്കണം. അവൾക്ക് അങ്ങനെ ഒരു ശീലം. അപ്പോൾ ഇവൾ പറയുക അണ്ണനോട് ഭയങ്കര സ്നേഹമാണ് എന്നും പറഞ്ഞ് എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് മോളെ ചക്കരയെന്ന് വിളി അങ്ങനെയൊക്കെ ഒരു ചുമ്മാ കളിയാക്കുന്ന രീതിയിലാണ് കേട്ടോ. അങ്ങനെ കിടന്ന് പറയും. അങ്ങനെ ഞാൻ വിളിച്ചപ്പം അത് കളിയാക്കുന്ന രീതിയിലാണ്, അങ്ങനെയല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ നൈസിന് അവിടെ നിന്ന് മാറാൻ പോയതാണ്. കാരണം ഇവൾ ചെന്ന് വീണ്ടും ഇവൾ കുത്താനും ഞണ്ടാനും തുടങ്ങി. ചേട്ടനും ചിലപ്പം ദേഷ്യം വരും. ദേഷ്യം വന്നാലും പിന്നെ കുഴപ്പമില്ല, ഇച്ചിരി നേരത്തേക്ക് ഉള്ളു കേട്ടോ. പിന്നെ എൻ്റെ അടുത്തോട്ട് ഇതാണ് ഇവളെ സ്വഭാവം. ഇവളിങ്ങനെ ആരെങ്കിലും ഇങ്ങനെ കുത്തി അല്ലെങ്കിൽ മോനുണ്ടെങ്കിൽ പിന്നെ മോൻ പിന്നെ തിരിച്ചാട്ടോ ഇവളെ ഞോണ്ടാനിട്ടേക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അങ്ങനെ ഇതാ നമ്മൾ അരിയൊക്കെ ഒന്ന് കുതിർക്കാൻ നിന്നു. അപ്പോൾ കുതിർത്താനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കുതിർന്ന് വരട്ടെ. അപ്പോൾ കുഞ്ഞരിയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ബിരിയാണി വലിയ ഡെക്കറേഷൻ ഇല്ലെന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇത്തിരിയേ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ മോനടുത്ത് ഒരുപാട് സാധനമൊന്നും മേടിക്കാൻ ഞാൻ പറഞ്ഞില്ല. ഉള്ളതൊക്കെ വെച്ച് ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ഉള്ളി ഇട്ട് വഴറ്റി നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. പക്ഷേ ചിക്കനിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചിക്കൻ ആദ്യമേ ഒന്ന് വേവിച്ചായിരുന്നു. ഒന്ന് എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തിട്ടാണ് പിന്നെ നമ്മൾ ഉള്ളിയിലിട്ട് ഇങ്ങനെ ഇളക്കിയത് കേട്ടോ. ചെറിയ പാത്രമായിപ്പോയി എങ്കിലും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഇതാ ചിക്കനെല്ലാം നല്ല മിക്സ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചൊക്കെ വെച്ചു കേട്ടോ. അപ്പം നമ്മളെ ബിരിയാണി ഇങ്ങനെ ചുമ്മാ എന്താ പറയുന്നത്, സാദാ ബിരിയാണി. പിന്നെ അതിനകത്ത് ഗ്രാമ്പൂവും പട്ടയൊക്കെ ഉള്ളതൊക്കെ തട്ടിമറിച്ചിട്ട് കൊടുത്തിട്ട് അരിയും തട്ടിയിട്ട് കൊടുത്ത് അപ്പോൾ അതവിടെ കിടന്ന് വേട്ടെ. ബിരിയാണി പിന്നെ മക്കൾക്ക് പിന്നെ താല്പര്യമില്ല എന്ന് വെച്ചിട്ട് അങ്ങനെ നമുക്കറിയാവുന്ന രീതിയിലും ഉള്ളതൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന എങ്ങനെയാണോ അങ്ങനെയൊക്കെ ഉണ്ടാക്കും. അല്ല ബിരിയാണി എന്ന് പറഞ്ഞ് കളറോ എസൻസോ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് വാങ്ങിക്കാറൊന്നുമില്ല കേട്ടോ. പിന്നെ ഇറച്ചി ഇങ്ങനെ നമ്മളിങ്ങനെ തട്ടിയിട്ട് കൊടുത്ത് അതിൻ്റെ പുറത്ത് കുറച്ച് ചോറിട്ട് പിന്നെ നന്നായിട്ട് അടച്ച് വെച്ച് ഇങ്ങനെ അങ്ങ് ദം ചെയ്തെടുക്കും. പിന്നെ ഞാൻ ഇടുന്ന പൊടിയെന്ന് വെച്ചാൽ കറുകപ്പട്ടയും ഗ്രാമ്പും എല്ലാം ഒന്ന് നന്നായിട്ട് പൊടിച്ച് ലാസ്റ്റ് ഇങ്ങനെ ചോറിനകത്തൊക്കെ ഇട്ട് ഇളക്കി. അപ്പോൾ നല്ലൊരു മണം കിട്ടും കേട്ടോ. നമ്മൾ പൊടിച്ച് വെക്കുന്നതിനെക്കാട്ടി അപ്പോഴപ്പോഴും അങ്ങനെ എടുക്കാമെങ്കിൽ പിന്നെ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി പൊടിക്കാമെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അല്ലാതെ നമ്മൾ വറുത്ത് ഇങ്ങനെ എന്താ പറയുന്ന വറുത്ത് ഗ്യാസിൽ വറുത്ത് പൊടിക്കുന്നതിനെക്കാട്ടി വെയിലത്ത് വെച്ച് ഉണക്കി പട്ടയും ഗ്രാമ്പൊക്കെ പൊടിക്കാമെങ്കിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് മണം കിട്ടും. നല്ല മണമാട്ടോ തുറക്കുമ്പോഴൊക്കെ. അങ്ങനെ നമ്മൾ ചിക്കനെല്ലാം ഒന്ന് കോരി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ ദം ചെയ്തത്. അപ്പോൾ ഇത് അത്യാവശ്യം 1 കിലോ അരിയുടെ ചോറായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് 2 പൊതിന്ന് കൊടുക്കാനും പറ്റി കേട്ടോ. ഞങ്ങൾ വഴി കിടക്കുന്നവർക്ക് സ്പെഷ്യലായിട്ട് വെക്കുമ്പോൾ അങ്ങനെ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ വീഡിയോയിൽ പറയുമോ കാണിക്കുകയെന്ന് ഇപ്പോൾ ചെയ്യാറില്ല കേട്ടോ. ഞാൻ കൊടുക്കാറുണ്ട്, എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ കൊടുക്കുക. അത് ഞാൻ നിർത്തിയിട്ടില്ല കേട്ടോ. അതിന് എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഞാനിങ്ങനെ തന്നെ ആയിരിക്കും. അതിന് ഉള്ള നെയ്യൊക്കെ ഇങ്ങ് ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ വന്ന് മോള് പാത്രം കഴുകാനൊക്കെ ഇട്ട് നിന്നു. അപ്പോൾ പിന്നെ മോൾ ഒരു പാത്രം കഴുകിയിട്ട് കഴിക്കാമല്ലോ എന്ന്. അങ്ങനെ പിന്നെ അടപ്പ് കുറച്ച് ലൂസായതുകൊണ്ട് ഒരു കലത്തിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് അതിൻ്റെ പുറത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ചോറൊക്കെ സെറ്റായി. പിന്നെ ചേട്ടൻ വന്നിങ്ങനെ ചോറ് തണുക്കാനായിട്ട് ഇട്ട് വെച്ചതാണ് കേട്ടോ, നമുക്ക് വഴി കിടക്കുന്നവർക്ക് കൊടുക്കാനായിട്ട്. അങ്ങനെ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ കഴിക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഓക്കേ ബൈ.